ഗീതേ, ചായ ആയിട്ടുണ്ടോ? മോനേട്ടാ ഇപ്പൊ കൊണ്ടുവരേ. എടോ, ഇന്ന് എന്തൊരു കാറ്റും മഴയായിരുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല. ഞാനിങ്ങനെ വല്ലാതെ പേടിച്ചു പോയി. എന്തെല്ലോ മറിഞ്ഞു വീഴുന്നു, പൊട്ടി വീഴുന്നു കാറ്റത്ത്. അതിനിടയ്ക്ക് കരണ്ടും പോയി. വല്ലാതെ പേടിച്ചു. അല്ല മോഹനേട്ടാ, നമുക്കൊരു പുതിയ വീടുണ്ടാക്കണ്ടേ? എത്ര കാലം വെച്ചിട്ടാ നമ്മൾ ഈ വീട്ടിൽ ഇങ്ങനെ കഴിയുക? നമ്മൾ അടുത്ത് തന്നെ ഒരു പുതിയ വീട് ഉണ്ടാക്കും. ഗീത, എങ്ങനെ ഉണ്ടാക്കാനാ? നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കുന്ന? വീടുണ്ടാക്കണമെങ്കിൽ ലോട്ടറി അടിക്കണം. നമുക്ക് 25 സെന്റ് സ്ഥലമല്ലേ, അതിൽ 5 സെന്റ് സ്ഥലം നമുക്ക് അവിടെ കൊടുക്കാം. നമുക്കൊരു 10 ലക്ഷമെങ്കിലും ഒരു സെന്റിന് കിട്ടണം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ വീട് അങ്ങോട്ടുണ്ടാകും. എന്താ, അതാണ് മോഹനേട്ടാ നല്ലത്. അല്ല, മോനെ എണീച്ചില്ലേ? മോനെ എണീറ്റില്ലേ തോന്നോ? മോനെ ഗിരീഷ, നീ എവിടെയാ? എന്താ ചേച്ചിയെ? ഞാൻ അമ്പലത്തിലേക്ക് പോവുകയിനി. അയ്യോ, ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒന്നും കൊണ്ട് വരുമോ? എന്താ കാര്യം? ഞാൻ പോകുന്ന വഴിക്ക് അങ്ങോട്ട് വരാം. രാവിലെ ചേച്ചി വിളിച്ചുകൊണ്ട് വരുന്നത്. ഗീതേ, ഗീതേ, ഗിരീഷിനെ വിളിച്ചോ? ഞാൻ വിളിച്ചു. വീടിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് ഗിരീഷിനോട് പറയാൻ വേണ്ടി വിളിച്ചതാ. അത് ഗിരീഷേ, നമ്മളെ ആ മൂലക്കൽ കിഴക്ക് ഭാഗത്ത് ഒരു 5 സെന്റ് സ്ഥലം വേറെ തന്നെ കിടക്കുന്നുണ്ട്. അത് അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ വീട് പൊളിച്ച് പുതിയ വീട് ഉണ്ടാക്കാന്നുള്ളൊരു ആലോചന ഞങ്ങളിപ്പം നേരത്തെ ആലോചിച്ചു. ആ സന്തോഷത്തില് അവിടെ വിളിച്ചു പറഞ്ഞത് നല്ല കാര്യമല്ലേ മോനേട്ടാ? അതെ, ആണ്. കാരണം എന്താ അറിയോ, കൊറേ കാലയില് വീട്ടിൽ താമസിക്കുന്നത്. അന്നേരം നമുക്ക് ഒരു മാറ്റൊക്കെ വേണ്ട. അന്നേരം നല്ല വീടായിക്കോട്ടെ. പക്ഷേ ഒരു കാര്യം, ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു സെന്റിന് കിട്ടണം. അത് വേണം. എന്നാലേ നടക്കും. അത് വേണ്ടതുപോലെ നീ ഒന്ന് കൈകാര്യം ചെയ്യും. അത് നമ്മളെ ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് കുറെ ആൾക്കാർ ബ്രോക്കേഴ്സ് ഒക്കെ ഉണ്ട്. അതെ, ഓനെ കൊണ്ട് പോയി ശരിയാക്കാം. അതാണ്. അതായത് നീ വന്നത് നന്നായി. ഞാൻ വിളിക്കണം എന്ന് വിചാരിച്ചതാണ്. ഞാൻ അമ്പലത്തിലേക്ക് പോവാ. അത് ശരി. അന്നേരം ആ പോകുന്ന പോക്കിലാണ് എനിക്ക് ഫോൺ വരുന്നത്. നമ്മളെ ചാമ്പാത്ത ആരെങ്കിലും ഒന്ന് ഏർപ്പാടാക്കും. അത് നല്ല ഡീസന്റ് ആയിട്ടുള്ള ബ്രോക്കർമാർ നമ്മുടെ അടുത്തുണ്ട്. അതൊക്കെ ഞാനേ വട്ടം പോലെ ചെയ്യാം. ആയിക്കോട്ടെ. അതാണ് അത്യാവശ്യം വില കുറച്ച് കൊടുക്കാൻ പറ്റൂല. ഇല്ല, ഒരിക്കലും. അത് നമ്മൾ പറഞ്ഞ ആ വില അതേ ഇത്രയും ഓല് പല വിലയും പറയും. അല്ല, മോനെ ഇതുവരെ എണീച്ചില്ലേ? ഇല്ല, മോനെ എണീച്ചിട്ടില്ല തോന്നുന്നു. മോനെ എപ്പോഴാണ് എണീച്ച് വരുന്നത്? ഇന്നലെ സിനിമയ്ക്ക് പോയാണോ? കഴിഞ്ഞൊക്കെ കൂടി വരുമ്പോഴേക്കും ലേറ്റ് ആയോ? ലേശം ലേറ്റ് ആയി വരും. 9:10 എത്തിക്കും. ഞാൻ അമ്മ വിളിച്ചിട്ട് വന്നതാ. തന്നെ ഞാൻ വിളിച്ച ഇവിടെ എന്താ പ്രശ്നം അറിയില്ലല്ലോ. അന്നേരം അമ്പലത്തിലേക്ക് പോയി. അവരാണ് അമ്മേന്റെ ഫോൺ വന്ന്. അമ്പലത്തിലെ പാടില്ലോ. അവിടെ ജോലിയിൽ തിരക്കാ. രാവിലത്തെ പണിയല്ലേ, എന്തൊക്കെയോ പണിയില്ല. ഞാൻ തന്നെ അവിടെ അമ്പലത്തിലേക്ക് പോകുന്നു. ഞാൻ ചോദിച്ചാട്ടോ. വേറെ റിസൾട്ട് ഒന്നും അറിയാനായോ? ചെല്ലില്ല, ഞാൻ അടുത്ത മാസം ആകുമ്പോഴേക്ക് അറിയും. ശരി. കഴിഞ്ഞിട്ട് ഏതെങ്കിലും കോളേജ് നോക്കാം. ഉറപ്പായിട്ടോ. വേണം നല്ലൊരു കോളേജൊക്കെ നോക്കേ. നമുക്ക് നോക്കാം. അതും പാസ്സാട്ടെ. അമ്മ പറഞ്ഞിട്ടുണ്ട്, മാമനോടൊക്കെ പറയണം കോളേജിന്റെ കാര്യങ്ങളൊക്കെ.
അതൊക്കെ പോയി ശരിയാക്കാം. നമ്മളെ സ്ഥലത്തിന്റെ കാര്യമൊക്കെ ഒന്ന് പെട്ടെന്ന് ശരിയാക്കണേ. ഏതായാലും മോഹനേട്ടൻ യെസ് പറഞ്ഞതല്ലേ, ഇനി എല്ലാ കാര്യങ്ങളും വേഗം തന്നെ. അത് ഉടനെ തന്നെ ശരിയാക്കും. ഞാനിപ്പോ ഉണ്ടല്ലോ പോകുന്ന പോക്കില് എല്ലാ ബ്രോക്കർമാരോടും പറഞ്ഞിട്ട് അത് പോവുള്ളൂ. നമുക്ക് പെട്ടെന്ന് ശരിയാക്കിട്ട് എടുക്കണം. നല്ല ഫോമിലാണല്ലോ. മോനെ ജിതീഷ നല്ലത് കിട്ടാനുണ്ട്. കുറച്ച് ഇല്ലാത്ത ആളോടെ ചോദിക്കുന്നത്. കാലം ഇറക്കുന്നില്ലല്ലേ? ഇല്ല ജിതീഷ, അടിച്ചിട്ട് നല്ല ബൂസാണല്ലോ. ആ കൂട്ടുകാരൻ്റെ കൂടെ പോയിട്ട് തന്ന് ഞാനതിൽ വീണു. വല്ലാണ്ട് വിശക്കുന്ന മോനെ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി എൻ്റെ ഭാര്യ 2-3 പ്രാവശ്യം വിളിച്ചു. എനിക്ക് വരാൻ പറ്റണ്ടായിട്ട് ഒന്ന് പോയിട്ട് കഴിച്ചിട്ട് എൻ്റെ ഭാര്യയോട് മാപ്പ് പറയട്ടെ. ആയിക്കോട്ടെ. ഇന്നലെ ഞാൻ നിങ്ങൾ അളിയന്റെ സ്ഥലം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പേ അത് പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതപ്പേ ഇന്ന് ഒരു 4 മണിയാകുമ്പോ പാർട്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് വന്നാൽ ഞങ്ങൾ അളിയുണ്ടോ അവിടെ ഒന്ന് കാണിക്കേ. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് വരാന്ന് പറഞ്ഞത്. നിങ്ങളൊന്ന് അളിയനൊന്ന് വിളിച്ചാറേ. പാട്ടുന്നില്ല? ഇല്ല, അവര് എത്തിയില്ല. ഞാൻ കുറച്ച് നേരത്തെ പോകുന്നതാ അങ്ങോട്ട്. ആണോ? ഓലിപ്പം വരുന്ന പറഞ്ഞ വിളിച്ചു നോക്കാൻ വേണ്ടി വേണമെങ്കിൽ. ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. ശരി. ഞാനിവിടെ തന്നെ ഉള്ള ആളല്ലേ. നമ്മള് കാര്യത്തിലേക്ക് അടക്കുക. ഗിരീഷേട്ടാ, നിങ്ങൾ പറഞ്ഞ റേറ്റ് അത്ര അങ്ങോട്ട് നിങ്ങൾക്ക് പോകൂല. പ്രശാന്ത, ഞാനത് ഒരു 8 കാണുന്നുള്ളൂ. സ്ഥലമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്, പക്ഷെ റേറ്റ് 8 വരെ പോകുള്ളൂ. അപ്പം ഞങ്ങൾ ഈ സ്ഥലം കൊടുക്കണമെന്ന് വിചാരിച്ചത്, അവിടെ ഒരു 5 സെന്റ് കൊടുക്കണമെന്ന് വിചാരിച്ചത് ഈ വീടൊന്ന് പുതുക്കി പണിയാന്നുള്ള ഉദ്ദേശമാണ്. അല്ലാതെ അത്ര വില കുറച്ച് കൊടുക്കേണ്ട ഒരു തിടുക്കൊന്നും ഞങ്ങൾക്ക് ഇല്ല. ഇവിടെയൊക്കെ ഭയങ്കര വിലയാ. ഗിരീഷിന് അറിയാം, ഇവിടെയൊക്കെ ഭയങ്കര വില പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ 15 ലക്ഷം. ആ, അതുകൊണ്ട് വില വളരെ കുറച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളൊന്ന് ഞാൻ ഒന്ന് പാർട്ടി ഒന്ന് സംസാരിച്ചു. അശോകേട്ടാ, സംസാരിക്കാം. ഇവര് വിചാരിച്ചതില് ഇപ്പൊ പറഞ്ഞതിന് ഒരിടത്ത് പണം ഉണ്ടാവില്ല. അതാണ് 8 എന്ന് പറഞ്ഞത്. 8 കുറച്ച് മേലോട്ട് ഒക്കാന്നുള്ളതാണ് പരിപാടി. നിങ്ങൾക്ക് സ്ഥലം ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? സ്ഥലം ഇഷ്ടപ്പെട്ട്, പക്ഷെ ഒരു 8 പോകും. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു 8 ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് 2 കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് നോക്കാം. ഒരു 8.25 അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 10 ചോദിച്ചത്. അപ്പൊ അതിനൊരു ചെറിയൊരു വിട്ടുവീഴ്ച നമുക്ക് ചെയ്താല്. എനിക്ക് അഭിപ്രായമില്ല, സ്ഥലം നല്ല സ്ഥലമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചക്ക് നമുക്ക് നിൽക്കാം. അഥവാ ഉണ്ടെങ്കിൽ പിന്നെ സ്ഥലം എടുത്തിട്ട് നമുക്ക് ബാങ്കിൽ ലോണിനോ പൈസ ശരിയാക്കാം. തൽക്കാലം പൈസ ഇല്ലെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്ഥലം നമുക്ക് നോക്കാം. അതല്ലാണ്ട് മോനേട്ടാ, നമുക്കുണ്ടല്ലോ 8 ലക്ഷത്തിന് എത്രയോ പാർട്ടി ഒന്നല്ലോ ഇവിടെ സംസാരിക്കാൻ വേണ്ടിട്ട്. നമ്മൾ കൊടുത്തില്ലല്ലോ. 8 ലക്ഷത്തിന് എന്തായാലും കൊടുക്കില്ല. കൊടുക്കാൻ പറ്റൂല. ഒരു 9 നോക്കാം. തീർച്ചയായിട്ടും 9 കുറഞ്ഞിട്ട് ഒരിക്കലും ഒരു പാർട്ടിക്ക് നമ്മൾ പറയരുത്. ഒരു പാർട്ടിനോട് 9 കുറഞ്ഞ് പറയേ ചെയ്യരുത്. അതിൽ കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുമില്ല. 9 വിലക്ക് കൊടുക്കാം. അത് നീ പറഞ്ഞിട്ടൊന്ന് ഏർപ്പാടാക്കി. ഓക്കെ. മോനേട്ടാ, ഇവരെ പറയുന്ന റേറ്റ് 8.25. ഇതൊക്കെ ഒരു ചെറിയൊരു സാമ്പത്തിക പ്രയാസമൊക്കെ ഉണ്ട്. നിങ്ങൾ അത് പറ്റില്ല. ആ കാര്യം പറയണ്ട. കാരണം മക്കള് ഭാര്യയൊക്കെ അല്ലേ, എല്ലാരും സമ്മതിക്കണ്ടേ. നമുക്ക് പിന്നെ ഒരു വഴി ഒരിക്കലുമില്ല. 9 ഉറുപ്പ്യാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുന്നേ. 9 ഉറുപ്പ്യാണെങ്കിൽ മാത്രം ഉണ്ടാകും. ഗിരീഷിനോട് എല്ലാം അറിയുന്ന ആളാ ഗിരീഷ്. അശോകനായിട്ടൊന്ന് സംസാരിക്കും. അശോകൻ നിങ്ങളൊന്ന് സംസാരിക്കും. ഇവിടെ ഇതൊക്കെ വേണ്ടേ? 9 ഉറുപ്പ്യാണെങ്കിൽ, ഞാൻ 10 പറഞ്ഞത് പ്രശാന്തേ. 9 ഉറുപ്പ്യാണെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിക്കാം. അതന്നെ 1 ലക്ഷം ഉറുപ്പ്യ ഒരു സെന്റിൽ കുറയ്ക്കുന്നത്. ഒന്നും നോക്കണ്ട. എന്താ വെച്ചാൽ ഇവർക്കൊരു, നിങ്ങൾക്കൊരു നല്ല കാര്യത്തിലാണ്, ഇവർക്കൊരു സാമ്പത്തിക പ്രയാസം ഉള്ളതുകൊണ്ടാണ്. അത്ര നഷ്ടം വരുത്താൻ പറ്റുമോ പ്രശാന്തേ? മോനേട്ടാ, നടുക്ക് നിന്ന് നമുക്കൊരു ഇത് ചെയ്തൂടെ? അല്ല, ഞാൻ പറയുന്നത് അല്ല, കച്ചവടം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് തീരുന്നില്ല. പറയുന്നത് 9 കിട്ടണം എന്നല്ലേ. ഇയാളെ 8.25 പറഞ്ഞു. അപ്പൊ നമുക്ക് നടുക്ക് പിടിച്ച് അങ്ങോട്ട്
മുറിക്കുക. ഞാൻ പറഞ്ഞത് അങ്ങോട്ടല്ല പറയാം, അത് പറയണെങ്കിൽ ഞാൻ പറഞ്ഞത് 9 അല്ല, ഞാൻ പറഞ്ഞത് 10. 10 അതന്ന് പറഞ്ഞതില്ലേ. അതെ, 10 പറഞ്ഞത്. 10 ആയിക്കോട്ടെ. ഇമ്പൊക്കെ ഒരു കാര്യം ചെയ്യാം, 8:30 അങ്ങോട്ട് മുറിച്ചോളാം. എന്താണ് ഒരു നല്ലൊരു കാര്യത്തിനല്ലേ രണ്ടിന്റെ നടുവിൽ വളരെ വ്യത്യാസമുണ്ട്. വ്യത്യാസത്തെ പറ്റിയല്ല ഇത്. അങ്ങനെയാണ് ആ കച്ചവടം എടുത്ത അങ്ങനെയാണ്. ഇയാൾക്ക് ആവശ്യമുണ്ട്, ഇയാളുടെ പൈസ ഈ തോട്ടം നമ്മൾ കൊടുക്കും ഐശ്വര്യമായിട്ട്. എത്ര ലക്ഷത്തിന് അവിടെ സ്ഥലം കിട്ടിയ അത് നോക്കി കിട്ടൂല. നിങ്ങൾ അത് നോക്കണ്ടെന്ന് അല്ല, 8:30 കൊടുക്കാൻ പറ്റൂല പ്രശാന്ത്. പറ്റൂല. നമുക്കൊരു 8:30 കൊടുക്കാൻ കച്ചവടം പറ്റൂല. നടക്കട്ടെ. നമ്മള് ഈ ഒരു 9 ഇപ്പം തന്നെ കച്ചവടം. എത്ര മുകളിൽ പോകില്ല. എന്താ വെച്ചാൽ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഏരിയയിലൊക്കെ നല്ല വിലയാണ്. ഇവിടെയൊക്കെ എന്താ വെച്ചാൽ 15-നൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, മൂപ്പര് 10 കഴിഞ്ഞ് പറഞ്ഞത് അതെല്ലാം കൂടെ 9 ആക്കി. അപ്പൊ അതായിക്കൊണ്ടൊരു ഇഷ്യൂ. അതുകൊണ്ട് ഐശ്വര്യമായിട്ടാണ് കൊടുക്കി 9 തന്നെ. ഞാനൊരു വിഷമം വേണ്ട, പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ അവിടെ നടക്കും. ഇവിടെ സംസാരിച്ചതൊക്കെ കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാ തീരുമാനിച്ചത്? 9 ലക്ഷം സെന്റിന് 9 ലക്ഷം വെച്ച് നമ്മള് കച്ചവടം ചെയ്യണം. അത് കുറച്ച് കുറഞ്ഞു പോയില്ലേ? നമ്മൾ 10 പറഞ്ഞിരുന്നത്. 3 മാസമായില്ലേ? അത് ഗീത 2-3 മാസമായില്ല. എത്ര ആൾക്കാർ വന്നു പോയി, ഒന്നും നടന്നില്ലല്ലോ. പിന്നെ ഈ ഒരു വില ആരും പറഞ്ഞിട്ടുമില്ല. ഇത് മോശമില്ലാത്ത വിലയാ അല്ലേ ഗിരീഷേ? അത് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ പറയാ, നമ്മള് കൊറേ ടൈം കൂട്ടിയിട്ട് ഈ വില കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മളെ ആവശ്യം നടക്കണ്ടേ? ഏതായാലും അങ്ങനെ നടക്കട്ടെ. വിളിച്ചിട്ട് ഒരു എഞ്ചിനീയറെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു പ്ലാൻ സെറ്റ് ചെയ്യണം ഗിരീഷ. നമുക്ക് ഉണ്ട് നല്ലൊരു പ്ലാൻ. ശുഭിലാലിനെ വിളിക്കാം. ഓ, ഗിരീഷ എപ്പോഴാക്കും? എവിടെയാടാ? ഞാനൊന്നുമില്ല, ഞാൻ പുറത്തേ പോയതേ. എത്ര നേരമായി ഞാൻ ഇവിടെ വന്നിട്ട്? മോനെ ഇരിക്കടാ. സ്ഥലം കച്ചവടമായിപ്പോ. അച്ചോടായോ? കച്ചവടമായി. ഒന്നും നോക്കിയില്ല. 9 രൂപ. നന്നായി, ശരിയാക്കണം എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോ എല്ലാം വേഗം വീടിന്റെ പണി അമ്മയോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ മുന്നില് എല്ലാത്തിനും ഉണ്ടാവും കേട്ടോ. എന്തായാലും നമ്മളെ വീടിന്റെ പണി വേഗം നോക്കണം. എന്നിട്ട് വേഗം അങ്ങോട്ട് മാറാനുള്ളത് നോക്കണം. അല്ല, അത് ഗിരീഷിനെ പറഞ്ഞ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. ഒക്കെ എല്ലാം ഗിരീഷിനെ പറഞ്ഞ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ഗിരീഷ് ഇന്ന് ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് എഞ്ചിനീയറിംഗ് കുട്ടി. അവനേട്ടാ, ആ ഗിരീഷ് ഇതാണ് നമ്മുടെ എഞ്ചിനീയർ ഇവിടെ തന്നെ ഇല്ല. അപ്പൊ ഞങ്ങളെ ആവശ്യം എന്താണെന്ന് വെച്ചാല് എത്രയും പെട്ടെന്ന് വീട് ഫിനിഷ് ചെയ്യാന്നുള്ളതാണ്. കാരണം ഇവിടെ വാടകയ്ക്കാണ്. അപ്പൊ കഴിയുന്നതും എത്ര സ്പീഡ് കഴിയുന്നു അത്രയും വേഗം വീട് ഫിനിഷ് ചെയ്തു. പിന്നെ എങ്ങനെയാണ് നിങ്ങളെ സിസ്റ്റങ്ങളൊക്കെ? ഞങ്ങളെ സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് കീ നിങ്ങളെ കയ്യിൽ തരും. നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഫുൾ ഫിനിഷിങ്. അപ്പൊ മെറ്റീരിയൽസ് ഒക്കെ ഇവരെനിക്ക് ഉണ്ടല്ലോ, ശിവലാലിന് എത്രയോ കൊല്ലങ്ങളോളം പരിചയമുള്ളതാണ്. ഒരുപാട് വർക്ക് ഇവരെടുക്കുന്നതാണ്. അതായത് എന്താ പറയാ, അത്രയും ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവരെ തന്നെ കൂട്ടി വരാൻ കാരണം. മോനായിട്ട് ഞങ്ങൾ യാതൊരു ക്രമക്കേടൊന്നും ചെയ്യില്ല, ഒരു കൊള്ളലാഭം എടുക്കില്ല. ഇല്ല. അതെ, ഗിരീഷിന്റെ സ്നേഹിതനാണല്ലോ. പിന്നെ ഞങ്ങക്ക് മറ്റൊരു കാര്യം, റേറ്റ് എന്ന് പറഞ്ഞാല് ഒരു സമാധാനമായിരുന്നു. റേറ്റ് നമ്മളെ ഗിരീഷേട്ടൻ അളിയനല്ലേ, ഞാൻ വേണ്ടതേ എടുക്കുള്ളൂ. ആയിക്കോട്ടെ. എന്നാലും അപ്പൊ നമുക്ക് പ്ലാന് പെട്ടെന്ന് ശരിയാക്കാം. ചെയ്യാം. ഒരു സിമ്പിൾ പ്ലാൻ. നല്ല മോശമാണ്ട. ഇല്ല. കാരണം ഏർപ്പാടാവണ്ട ഗിരീഷേ. അല്ല, എന്നാലും ഒരു മോശം വരാൻ പാടില്ല. ആയിക്കോട്ടെ, ഞാൻ 2 ദിവസം ആകുമ്പോഴേക്കും പ്ലാൻ വരച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് അതുമായിട്ട് മുന്നോട്ട് പോവാം. അതെ. എത്രയും പെട്ടെന്ന് പോണത് ചെയ്യാം. ഇത്രയും വേഗം തന്നെ ചെയ്യാം. ഒരു 6 മാസം ആകുമ്പോഴേക്കും വീടിന് പണി കഴിഞ്ഞിട്ട് താക്കോൽ നിങ്ങളെ കയ്യിൽ തരും. ആയിക്കോട്ടെ. ശരി. ശരി, കാണാം. ഇപ്പൊ സ്ഥലം വിറ്റ പൈസയൊക്കെ വീട്ടിന്റെ മുകളിൽ ചെലവായി. ഒരു സമാധാനമുണ്ട്, വീടിന്റെ പണി പൂർത്തിയായി. ഇനി അഭിജിത്തിന്റെ പഠിത്തത്തിന്റെ കാര്യമാണ്. അതിൻ്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കാണണം മോനെ. അതെ, ഞാൻ ഒരു കോളേജ് ഞാൻ പറഞ്ഞില്ലായിരുന്നു അച്ഛനോട്, ബാംഗ്ലൂരിലെ. അപ്പോൾ വെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ കോളേജാണ്. അച്ഛൻ ഇതാണ് അതിന്റെ ഈ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ ആ കോഴ്സ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ബിടെക്കിന്റെ കോഴ്സ് ചെയ്താലേ.
അവിടെ അഡ്മിഷൻ ഫീസും മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഡൊണേഷൻ ഫീസ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. പിന്നെ കോഴ്സ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് എത്ര ആവുന്നുള്ള ഞാൻ കറക്റ്റ് അന്വേഷിച്ചില്ല, അച്ഛനോട് പറഞ്ഞു. നല്ല മോനെ 2 ലക്ഷം ഉറുപ്പ്യ, ഈ ലക്ഷമൊക്കെ ഒന്ന് എന്തൊക്കെ. അതാണ് 2 ലക്ഷം കോഴ്സ് ചെയ്യുമ്പോ അത്രയൊക്കെ വരൂ. അതാണ് ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യാ ഗിരീഷ്? എന്തായാലും ഇപ്പൊ അവനെ ഇപ്പം വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഇല്ല. എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ. അതെ അതെ. നമുക്ക് ലോൺ എന്തെങ്കിലും എടുത്താലോ? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നപ്പോ നല്ലത്. ഇനിയിപ്പോ ഏതായാലും സ്ഥലം കൊടുക്കണ്ടപ്പോ തൽക്കാലം അല്ലേ? അതെ, ലോൺ എടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. അപ്പോഴത്തേക്ക് ടൈമില്ലേ? ലോൺ എടുക്കാനായിട്ടുള്ള സമയല്ലേ? ഒരു 1.5-2 മാസത്തിന്റെ അടുത്ത് സമയമുണ്ട്. ആയിക്കോട്ടെ, എന്നാൽ അതിലേക്ക് നീങ്ങാം. അതാണ് നല്ലത്. ഇപ്പൊ എന്തായാലും നമുക്ക് അത് നോക്കാം. ലോണിന്റെ കാര്യം സംസാരിക്കട്ടെ. ബാങ്കിലെ മാനേജറായിട്ട് സംസാരിച്ചിട്ട് റെഡിയാക്കാം. അപ്പോൾ അഭിജിത്തെ, മോനെ വളരെ ശ്രദ്ധിക്കണം. ദിവസവും വിളിക്കണം കേട്ടോ. പിന്നെ വേണ്ടാത്ത കൂട്ടുകെട്ടിലൊന്നും കൂടരുത്. നിനക്കറിയാലോ നമ്മളെങ്ങനെയാ എന്താ ചെയ്യുന്നതെന്ന് അറിയാലോ. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഗിരീഷ, പോയാലോ? നിങ്ങൾ വിഷമിക്കണ്ട. അവൻ നല്ല കാര്യത്തിനല്ലേ പോയത്. അതെ, അവൻ നന്നായിട്ട് വരട്ടെ. എന്നാലും വിട്ടു നിന്നിട്ടില്ലല്ലോ. എന്താ ചെയ്യാ, പഠിക്കാൻ പോണ്ടത് പോവന്നെ വേണ്ടേ. കാണണമെന്ന് വിചാരിച്ചിരിക്കും. ആ കിട്ടാനുള്ള പൈസ കിട്ടിയിരുന്നില്ല. സുധീരെ, ഒരു പണി കഴിഞ്ഞിട്ട് ബില്ല് കിട്ടാനുണ്ട്. അതിൽ 2 ദിവസം കൊണ്ട് ബില്ല് കിട്ടും. അത് കിട്ടിയ ഉടനെ ഞാൻ കിട്ടി. ശരി, ആയിക്കോട്ടെ. നീ എവിടുന്നായിരുന്നു? ഞാനിവിടെ അടുത്ത് വരെ പോയത്. ഇനി അതെയാ, വീട്ടിലേക്കല്ലേ? ആ വീട്ടിലേക്ക് പോവാല്ലേ? ഓ അല്ല, നിങ്ങൾ സാധനം വാങ്ങാൻ പോയിട്ട് ഒന്നും വാങ്ങാണ്ടേ പോകുന്നത്? വാ, കേറ്. അതെ, പൈസ കൊടുക്കാനുള്ള സുധീർ എന്നോട് ചോദിച്ചേ. അപ്പൊ ഞാൻ വാങ്ങിക്കാതെ പോന്ന. ഇനിയിപ്പൊ എന്താ ചെയ്യാ? നോക്കാം. ഒന്നുമില്ല, മോനാട്ടെ സാധനം വാങ്ങാൻ പോയിട്ട് ആ സുധീർ കൊടുത്തില്ല പോലും. അവന് കൊടുക്കാനുള്ള പൈസ കൊടുക്കാതെ ഇനി കൊടുക്കൂലെന്ന് പറയുന്നു. ഞാൻ പോരട്ടോ ചേച്ചിയെ. പുറത്ത് പോണേ. എപ്പോ വരെ പുറത്ത് വരാം. ഇതിനാ ഗിരീഷ ഇത് അത്ര വിഷമിക്കുന്ന. അല്ലെങ്കിൽ തന്നെ ഗീത, ഇതാ ഗിരീഷ് വന്നിട്ടുണ്ട്. ഞാൻ മലപ്പുറം പോയിരുന്നു. വണ്ടി എടുത്തില്ലേ? വണ്ടി എടുത്തില്ല, ഞാൻ നടക്കാമെന്ന് പോയതാ. ഞാൻ തന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഒന്നുമില്ല, ബാങ്കിൽ നിന്ന് 2-3 നോട്ടീസ് അയക്കുന്നു. ഒന്നോ അടയ്ക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ഒരു പുതിയ കിട്ടുന്നില്ല. ഒരു നോട്ടീസ് വരുമ്പോഴത്തേക്ക് ഓളാണെങ്കിൽ ഓക്ക് അവിടെ ഭയങ്കര പ്രഷറാണ്. ഞാൻ വീട്ടിലേക്ക് വരാം. എന്നാലേ നമുക്ക് അവിടെ വെച്ചിട്ട് സംസാരിക്കാം. ആയിക്കോട്ടെ, നമുക്ക് അരുണിനൊക്കെ ഒന്ന് വിളിച്ച് നോക്കാം. എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ? അരുണിനെ നമുക്ക് വിളിക്കാം.
എവിടെ ഇറങ്ങിയത്? ഞാൻ കൊച്ചിയിലായിരുന്നു, കാറെടുത്ത് പോകുന്നത്. യാത്രയൊക്കെ എങ്ങനെ? കുഴപ്പമില്ല, യാത്രയൊക്കെ കുഴപ്പമില്ല. പക്ഷെ 2 മണിക്കൂർ ലേറ്റ് ആണ് ഫ്ലൈറ്റ്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, അത്രേ ഉള്ളൂ. ശരി, പ്രശ്നമൊന്നുമില്ല. ഞങ്ങള് ഇവിടെ അങ്ങോട്ട് കയറി താമസിച്ചു. ആരെങ്കിലും വിളിച്ചിരുന്നു? ഇല്ലില്ല, അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല. പിന്നെ നിന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, എനിക്ക് ആ സമയത്ത് വരാൻ പറ്റില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ. ബിസിനസിന്റെ വല്ലാത്തൊരു തിരക്കുള്ള സമയമായിരുന്നു. മോനേട്ടാ, നമ്മളെ ലോണിന്റെ കാര്യം അരുണിന് പറഞ്ഞിരുന്നു. അന്നേരം അരുൺ അടിച്ചു തീർക്കാന്നാ പറഞ്ഞത്. അന്നേരം പകരമായിട്ടേ ഒരു 5 സെന്റ് സ്ഥലവും അരുണിന് നമുക്ക് കൊടുക്കാം. ആയിക്കോട്ടെ. ഗിരീഷേട്ടൻ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു 5 സെന്റ് നിങ്ങൾ വിറ്റ സമയത്തൊന്നും എന്നോട് പറഞ്ഞില്ല. അത് അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. ആ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പം ആരെയും നോക്കിയില്ല. വീടിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഞാൻ എടുത്തോളായിരുന്നു. ഇത് പിന്നെ പറഞ്ഞു അത്. അതെ, പെട്ടെന്ന് വീടുണ്ടാക്കണം എന്നുള്ളൊരു ഗിരീഷിന് അറിയാം അതിന്റെ ആ സാഹചര്യം. ഇതൊന്ന് വേണ്ടതുപോലെ ചെയ്യും ഗിരീഷ്. ഞാൻ എന്തായാലും 2-3 ദിവസം അവിടെ ഉണ്ടാവും. അതിനുള്ളിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്ത് തീർക്കാം. 2-3 ദിവസം കൊണ്ട് ഇപ്പം തീരുമോ? നമുക്ക് ബാങ്കിലെ ലോൺ അടയ്ക്കണം, അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ എങ്ങനെയാ തീർക്കാം. അതൊക്കെ എനിക്ക് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഗിരീഷ് അതൊന്ന് വേണ്ട മാതിരി ഏർപ്പാടാക്കും. അത് ഞാൻ ഏർപ്പാടാക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ ശരിയാക്കാം. അവന് ചെയ്താൽ വലിയൊരു ഉപകാരമായിരുന്നു. ആയിക്കോട്ടെ, ചെയ്യാം. ചേച്ചി എന്താ ഉണ്ടാക്കുന്നത്? അങ്ങനെ തന്നെ ചെയ്യാം. പറയട്ടെ, അഭിജിത്തിന്റെ സ്ഥിതി എന്തൊക്കെയാ? അവൻ വരാറുണ്ടോ? അഭിജിത്ത് കുറേയായി വന്നിട്ട്. പക്ഷെ ഫോൺ ചെയ്യൂ കേട്ടോ. അവിടെ പഠിപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. പക്ഷെ ഫോൺ ചെയ്യുമ്പോ, മുമ്പൊക്കെ ഫോൺ ചെയ്യുമ്പോ കുറെ നേരം സംസാരിക്കുകയായിരുന്നു. ഇപ്പം കുറച്ചായിട്ട് ഫോൺ ചെയ്താല് അധികം സംസാരിക്കുന്നില്ല. എന്തോ ഭയങ്കര തിരക്കുള്ള പോലെ. പിന്നെ ഞാനും അധികം അങ്ങോട്ട് ഒന്നും ചോദിക്കില്ല. കാരണം പഠിപ്പിന്റെ തിരക്കാണെങ്കിൽ നമുക്ക് അതാണല്ലോ ആവശ്യം. പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നും ഞാൻ കൂടുതൽ ചോദിക്കാറില്ല. അല്ല, ഞാൻ വിളിച്ചാലും അവന് ഫോണോ തീരെ എടുക്കാറില്ല ഇപ്പൊ. എന്താ എനിക്കും അറിയില്ല. അത് പഠിക്കാനുള്ള തിരക്കൊണ്ടായിരിക്കും വിശ്വസിക്കുക. ഹലോ, ആരാണ്? ഏത് കോളേജിന്നാ? പറയൂ സാർ. എവിടെ കാണുന്നില്ല സാർ? താമസിക്കുന്നതാണ്. അവൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ? എന്താണ് അവന് പറ്റിയത്? സാറ് പറയൂ. എന്ത് കാര്യം, എന്താണ് അവന് സംഭവിച്ചതെന്ന് സാർ പറയൂ, വ്യക്തമായിട്ട് പറയൂ. എന്താണ് സാറേ പറയുന്നത്? അവനിവിടുന്ന് പോകുന്നത് വരെ ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല സാറേ. പിന്നെ അവനെ അവിടെ എത്തിയിട്ട് മയക്കുമരുന്ന് അടിക്കുന്നു. ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ മകൻ ആയിരിക്കൂല. എൻ്റെ മകൻ അഭിജിത്ത് ആയിരിക്കൂല. സാറിന് ആള് തെറ്റിയിട്ടുണ്ടാവും. എടാ മോനെ, ഇതെന്ത് കോലാ? നിങ്ങൾക്ക് എന്താ എനിക്ക് എന്ത് കോലാണെങ്കിലും? എടാ, ഈ മോൻ എന്ത് ബുദ്ധിമുട്ടിയിട്ടാണ് തന്നെ പഠിക്കാൻ അയച്ചത്? ഈ കോലത്തിലാണ് വന്നത്. നിങ്ങൾ എനിക്ക് അത്യാവശ്യം ഒരു 5000 രൂപ കൊടുത്തു. ഞാൻ വാങ്ങാൻ വേണ്ടി വന്നാ. എനിക്ക് പോയിട്ട് വേറെ കുറെ കാര്യങ്ങളുണ്ട്. എന്താണ് ഈ പറയുന്നത്? എന്താ പറയുന്നത്? ഞാനെന്താ തന്നേനെ ഇവിടെ കുറെ ഉണ്ടാക്കി ചെയ്യുമല്ലോ. വീടൊക്കെ വിറ്റ പൈസ കുറച്ചും കൂടെ എടുത്ത് തന്നോടി കൊണ്ട്. അല്ല പിന്നെ ഈ കോലത്തിലാവാനായി പോയതില്ലേ? നിനക്ക് എന്താ പറ്റിയത്? ഓരോരുത്തരെ എന്തും കോലം വന്നിട്ട് ആയിസ തന്നേ നിങ്ങള്. ആളെ മെനക്കെടുത്തല്ല. എനിക്ക് പോയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാമല്ലോ. പുറത്തിറങ്ങ. എന്തോന്നും പുറത്തിറങ്ങേ? പുറത്തിറങ്ങടാ. ആ പുറത്തിറങ്ങി പുറത്തിറങ്ങടാ. പുറത്തിറങ്ങ. എന്റെ മോനെ പറഞ്ഞത് നീ മോനെ എന്താ ചെയ്യാ? മിണ്ടാതെ പോടി. അവനിവിടെ വന്ന് കോളനി കേട്ടോ. നമ്മളെ മോൻ പറഞ്ഞയച്ച മോനായിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ ഒരു മോൻ വേണ്ട എനിക്ക്. എന്റെ മോനെ എന്താണാവോ ചെയ്യീശ്വരാ? പോണെങ്കിൽ അവന്റെ കൂടെ പോട്. അഭിജിത്ത് ഇപ്പോൾ പറഞ്ഞയച്ച മാതിരി അല്ലടെ തിരിച്ചു വന്നത്. ഡ്രഗ്സ് അടിച്ചിട്ട് അതിന് അടിമയായിട്ട് ഇവിടെ തിരിച്ചു വന്ന് ഞങ്ങളോടൊക്കെ വയലുണ്ടായിട്ട് ഞാൻ ഇറക്കി വിട്ടു. അവൻ പോയിട്ട് അവൻ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. ഞാൻ എന്റെ ദേഷ്യത്തിൽ അവനെ അടിച്ചിറക്കി വിട്ടു. ഞങ്ങളെ ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കണ്ടേ? എന്തൊരു കഷ്ടം.
പോട്ടെ, പോയി നോക്കാം. അവനെവിടെയുള്ളതെന്ന് ഞാൻ പോയി നോക്കട്ടെ. എന്നും രാവിലെ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തിന്. ആ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. അതൊക്കെ പോട്ടെ മോനേട്ടാ, ഞാനൊന്ന് പോയിട്ട് അന്വേഷിക്കുക. എങ്ങനെ ഞാൻ സഹിക്കും ഗിരീഷ്? അതൊക്കെ ശരിയാക്കാം. ഞാനൊന്ന് പോയി നോക്കട്ടെ. ആ മോനേട്ടാ, ഞാൻ അഭിനെ കണ്ടുപിടിച്ചെന്നറിയാം. അഭിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോ അതൊക്കെ ഞാൻ പറയാം മോനേട്ടാ, നിങ്ങള് ഇപ്പൊ അങ്ങോട്ട് വരുന്നു വേണ്ട. മോനേട്ടാ, ഇത് രാവിലെ തന്നെ ഒന്നുമില്ല ഗിരീശൻ, അബീൻ്റെ വിവരം ഒന്നും അറിയുന്നില്ല. ഒരു മനസ്സമാധാനമില്ല. എത്ര ദിവസമായി ഉറങ്ങിയിട്ടെന്നറിയോ? അവനൊരു കുഴപ്പമില്ല ഇപ്പോൾ. നീ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തോടെ മാത്രമാണ് ജീവിക്കുന്നത്. അവനുണ്ടല്ലോ അടുത്ത് തന്നെ ഇങ്ങോട്ട് വരാനാവും. നിങ്ങൾ അങ്ങോട്ട് പോകുമെന്ന് വേണ്ട. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ആരും ഒന്ന് കാണണ്ടാന്ന്. എൻ്റെ ചങ്ക് പോലെ വളർത്തിയല്ലേ ഗിരീഷ് ഞാൻ അവനെ. അതൊക്കെ ശരിയാണ്, എൻ്റെ ജീവനായിരുന്നു. അത് നോക്കിയിട്ട് കാര്യമില്ല. കുടുംബം നശിച്ചില്ലേ? എന്താ നമ്മളിത് ചെയ്യാ? അവനെല്ലാം ശരിയായി വരൂ. എന്ത് തെറ്റാ ചെയ്തത് ഞാൻ? എത്ര കുട്ടികളാണ് നശിക്കുന്നത്, എത്ര കുടുംബങ്ങളില്ലാതെ. ഇതിനൊന്നും ഇവിടെ ഒരു വഴി കാണുന്നില്ലേ? നമുക്ക് മോനെ അതേ പഴയ രീതിയിൽ തന്നെ കിട്ടും. അതെനിക്കാൻ പറ്റുന്നില്ല, സമാധാനിക്കാൻ പറ്റുന്നില്ല. വരി. ഇനിയേ മോനേട്ടൻ വന്നിന്. മോനേട്ടൻ ഭയങ്കര വിഷമോ മോനെ കാണാനിട്ട്. എത്ര ദിവസമായി മോനേട്ടൻ ഇങ്ങനെ ഓരോ ഭാഗത്തും പാഞ്ഞ് നടക്കുക മോനെ കാണാനിട്ട്. അയ്യോ മോനേട്ടൻ വന്ന് പോയോ? എന്ത് പറഞ്ഞിട്ട് മൂപ്പര് കേൾക്കുന്നില്ല. ഡോക്ടർമാർ പറഞ്ഞതല്ലേ കുറച്ച് ലേറ്റ് ആയിട്ട് ഇത് മാറി വരുള്ളൂ എന്നുള്ളത്. ഒന്നും മൂപ്പരോട് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറുന്നില്ല. മൂപ്പര് ആകെ ഞാൻ കണ്ടില്ല, ഞാൻ അലക്കിയിടുന്നതിനെ കൊണ്ടേ കണ്ടില്ല. ചായ അങ്ങോട്ട് കയറിയില്ല. മൂപ്പര് വഴിയിൽ നിന്ന് തന്നെ ഇപ്പൊ അങ്ങോട്ട് പോയി. വീട്ടിൽ വന്ന് മുറ്റത്ത് തന്നെ. സാരല്ല, ശരിയാവുമായിരിക്കും. ശരിയാവൂ, ശരിയാണ്ടക്കൂലല്ലോ. ചേട്ടാ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയി. അന്ന് മോനേട്ടൻ വന്നില്ലേ? ഞാൻ തിരുപ്പേനതുകൊണ്ട് കണ്ടില്ല. ഞാൻ വേഗം പോയി. ഇവിടെ ഇരിക്കാനെന്നുള്ള ഒരു മനസ്സല്ലായിരുന്നു, വേഗം പോയി. ഞാൻ ചായ എടുക്കാന്നാല് അമ്പലത്ത് പോയി വരല്ലേ? അപ്പൊ നല്ല വിശേഷം. ചായ എടുത്തിട്ട് വരാം. അമ്പലത്ത് പോയി കുറെ നേരമായിട്ട് വന്നല്ലേ? മോനേട്ടാ എന്ത് മോനെ, അബീൻ്റെ അടുത്ത് പോയിരുന്നോ? ഓ, ഞാൻ എല്ലാ ദിവസവും പോകുന്നതല്ലേ മോനേട്ടാ. എങ്ങനെയുണ്ട് എൻ്റെ മോന്? മോനൊക്കെ നല്ല പോലെ ഉഷാറായിരുന്നു. നമ്മൾ പഴയ ആളൊന്നും ഇല്ല. അപ്പോൾ ഒക്കെ മാറ്റം വന്നിരിക്കുന്നു. മോനെ നിങ്ങളെ അടുത്ത് കാണും. മോനേട്ടാ ചായ കുടിക്ക്. ഇപ്പൊ ചായ ഉണ്ടല്ലോ, കഴിച്ചതല്ലേ? എന്നാ എൻ്റെ മോനെ ഇന്ന് കാണാൻ പറ്റുക? ഞങ്ങൾ എത്ര നേർച്ചകളൊക്കെ ചെയ്ത് അമ്പലങ്ങളിലൊക്കെ. ഓനൊന്നിനെ കാണാൻ പറ്റുമോ ഞങ്ങൾക്ക്? ഓനൊക്കെ ഇപ്പം അടുത്ത് വരും. അവനെല്ലാം മാറിയിരിക്കുന്നു, ശരിയായി വരുന്നുണ്ട്. അടുത്ത് തന്നെ അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അവിടെ നിന്ന് പോയി കാണാൻ പറ്റുമോ ഗിരീഷ? ഇല്ല, ഞാൻ തന്നെ പോയിട്ട് അവിടെ കാണാൻ പറ്റൂല. ഞാൻ തന്നെ പുറമെ നിൽക്കല. കാര്യങ്ങൾ അന്വേഷിച്ച് വരുമെന്ന് മാത്രമേ ഞാൻ ചെയ്യലുള്ളൂ. ഗിരീഷ, ഞങ്ങൾ പോട്ടെ എന്നാല്. പോവാ, പിന്നെ വരടാ. മിനി പിന്നെ വരാം. മോനേട്ടാ, അബി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിരിക്കുന്നു. എൻ്റെ അടുത്തുണ്ട്. ഓ ഓ വന്നു. എൻ്റെ അടുത്തുണ്ട്. നിങ്ങളൊന്നും കൊണ്ട് വരി. കുഴപ്പമൊന്നുമില്ല, ഞങ്ങളും കൂടി വരികയൊന്ന് വേഗം. ഓ ആയിക്കോട്ടെ, വേഗം വരി. ശരി ശരി. അബിയ, അച്ഛനമ്മയെ വിളിക്കുന്നത്.
എന്റെ പൊന്നു മോനെ പറ്റി പോയതാ. ഇനി ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ. എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ സാധനം അറിയാതെ കുടിച്ചു പോയിട്ട് പിന്നെ എനിക്ക് കിട്ടാതായപ്പോ പോയതാ. ആയിക്കോട്ടെ. അപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലായത് സാർ. അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ വിഷമം മനസ്സിലായത് എനിക്കിപ്പോ. അറിയാതെ പറ്റിപ്പോയതാ. ഇനി ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. എന്താ നിനക്ക് പറ്റിയത് മോനെ? ഒന്നുമില്ല സാർ, ഞാൻ അറിയാതെ അതിൻ്റെ അകത്ത് പെട്ടതാ. അറിയില്ലായിരുന്നു. പിന്നെ അത് കിട്ടാതായപ്പോൾ അതിൻ്റെതായ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ സംഭവിച്ചു. പിന്നെ ഭയങ്കരമായിട്ട് ദേഷ്യവും ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാത്ത കഴിവ് ഇല്ലാതായിട്ട്. ഇപ്പൊ എല്ലാം നോർമലായല്ലോ അല്ലേ? കുഴപ്പമില്ല. നാളെ കൊണ്ട് ഞാൻ കറക്റ്റ് സമയത്ത് ഇടപെട്ടാണ് റെഡിയായി. എന്റെ ഗിരീഷേ, നീ നമ്മളെ മോനെ തിരിച്ച് തന്നല്ലടാ. നിനക്ക് എന്നും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും ഗിരീഷേ. അയ്യപ്പൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു വരുന്നു. ഇപ്പൊ ആ ചക്ക മനസ്സിലായത്. അച്ഛൻ്റെ വലിയ ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ മനസ്സിലായത് ഇപ്പൊ. ഗിരീഷേ, എന്റെ മോനെ എവിടുന്നാ എനിക്ക് കിട്ടിയത്? മോനായിട്ട് അന്ന് പറഞ്ഞില്ലേനോ എന്നോടൊന്നൊന്ന് പോയി നോക്കാൻ. ഞാൻ അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇവിടെ ഇരിക്കാം. വീട്ടിലേക്ക് വാ. ഞാൻ വീട്ടിലേക്ക് ഒന്നുമില്ല. എന്താ എന്നെ അവിടെ പുറത്താക്കിയല്ലേ? ഞാനല്ല എന്നെ കൊണ്ടോണേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്നാ ഒരു കാര്യം ചെയ്തോളി. നിങ്ങൾ വലിയ മാമനല്ലേ? ഒരു 5000 റുപ്യ കൂടെ കൊണ്ടാ. ഞാൻ തരാടാ, ഈ വീട്ടിലേക്ക് വാ. എന്നാ കൊണ്ടാ. പൈസ തരാന്ന് പറയിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ കിട്ടണം. വീട്ടിലേക്ക് വാ. ഇപ്പൊ കിട്ടണം 5000 റുപ്യ. തരാൻ കഴിയോ? ഇപ്പൊ കിട്ടണം. ഞാൻ തരാം. വീട്ടിലേക്ക് വാ. ഞാൻ വരാം. തന്താന്ന് പറയുന്ന എന്റെ തന്താന്ന് പറയുന്ന ചെറ്റല്ലേ, അയാളെന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ. ഇവിടെ ഈ എന്തിട്ടാ പറയുന്ന അച്ഛനെ? എന്താ ആ മനുഷ്യനുണ്ടല്ലോ എത്ര കഷ്ടപ്പെട്ട് എന്തോ മനുഷ്യ ലോൺ എടുത്തിട്ടുണ്ടല്ലോ. 5 സെന്റ് സ്ഥലം വരെ വിറ്റിട്ടാണ് ഇപ്പൊ എന്നെ പഠിപ്പിച്ചത്. നിങ്ങൾക്കറിയോ? ഇമ്മടുത്ത് വർത്താനം പറയുന്നത് അച്ഛനെ? ഞാൻ എന്ത് തന്റെ അയാള് കുറച്ച് 5000 റുപ്യ വെച്ചാൽ ആളെ വീട്ടിൽ നിന്ന് പുറത്താക്കാണ്ട് അച്ഛനെ പറഞ്ഞു പോയത്. അത്രയും അച്ഛൻ കഷ്ടപ്പെട്ട ആളാ കേട്ടോ. കഷ്ടപ്പെട്ട ആള്. ഈ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ഞാൻ വരില്ല. ആടാ ഞാൻ വരില്ല. ഞാൻ വീട്ടിലേക്ക് വരില്ല. ആടാ ഞാൻ എല്ലാം അറിയില്ല. എന്നോട് വലിയ മാമൻ വന്ന് ഉപദേശിക്കേ. മോനേട്ടന്റെ മോനെ ഇനി അങ്ങനെയൊന്നും ചെയ്തിട്ട് മോനെ. അച്ഛനമ്മക്കൊക്കെ ഭയങ്കര സങ്കടാവും. നിങ്ങൾ അന്നെ മാത്രം നോക്കിയിരിക്കുന്നല്ലേ. ഇനി ആരെന്ത് പറഞ്ഞു തന്നാലും ഞാൻ ഭാഗത്തേക്കേ നോക്കരുത്. നീ പഠിച്ചിട്ട് ജോലിന്റെ കാര്യത്തിലേക്കൊക്കെ നോക്കണം കേട്ടോ. ഗിരീഷേ, ഞങ്ങള് പോട്ടെ. എന്നാല് ഞങ്ങൾ ഇവനെ കൊണ്ടോട്ടെ. നമ്മള് പോവാ മോനെ. പോവാ. ഗിരീഷ, ഇനി ഞങ്ങള് പോട്ടെ. മിനി ഗിരീഷ, വേണോ?